ചുട്ടുപൊള്ളുന്ന ചൂടിൽ KCBയുടെ അപ്രഖ്യാപിത പവർ കട്ട് ആ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതികരിക്കാനായിട്ട് മസ്ദൂർ സംഘ് ജനറൽ സെക്രട്ടറി KCB ഗിരീഷ് കുളത്തൂർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗിരീഷ്, ഏത് തരത്തിലും ജനങ്ങളെ ദ്രോഹിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനിടയിൽ KCB ഇന്ന് സർക്കാരിനോട് പറഞ്ഞൊരു കാര്യം, ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പലയിടങ്ങളിലും അപ്രഖ്യാപിത പവർ കട്ട്. രാത്രി 12 മണിക്ക് ജനങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ജോലിയൊക്കെ തന്നെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വരുന്ന ആ ഒരു സമയത്താണ് KCBയുടെ ഈ ഒരു ജനദ്രോഹ നടപടി കൂടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും KCBയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെറും 30% വൈദ്യുതി മാത്രമേ ഉത്പാദിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഈ പ്രതിസന്ധിയുടെ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പല തവണകളില് നമ്മുടെ KCBയിലെ തൊഴിലാളി സംഘടനകളും ഒക്കെ സർക്കാരുകൾക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായിട്ട് ആ വിഷയത്തില് ഒരു പുതിയ വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തില് സർക്കാരുകൾ ആ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതാണ് ഇന്നത്തെ പ്രതിസന്ധിക്കുള്ള കാരണം. അത് മാത്രവുമല്ല, നമുക്കറിയാം ഇപ്പം വളരെയേറെ ചൂട് കൂടുന്ന ഒരു പ്രത്യേകമായ ഒരു കാലാവസ്ഥയാണ് കേരളം മൊത്തം. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തില് വളരെ ശക്തമായിട്ടുള്ള ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇന്ന് പല മേഖലകളിലും ഇപ്പം വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം, അതുപോലെ എയർ കണ്ടീഷനുകളുടെ ചൂട് കൂടിയതുകൊണ്ട് അത് അമിതമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതുകൂടാതെ തന്നെ വൈദ്യുത മേഖലയില് വേണ്ടത്ര ജീവനക്കാരെ വിന്യസിക്കാത്തത് കൊണ്ട് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറുകളൊക്കെ തകരാറിലാകുന്നു. അവിടെ അത്തരത്തിലുള്ള അതൊന്നും മെയിൻ്റനൻസ് ചെയ്യുവാൻ പറ്റിയ വിധത്തിലുള്ള ജീവനക്കാരില്ലാത്തതും ഇന്ന് KCB നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. അപ്പോഴോ ഈ വിധത്തിലുള്ള നിരവധി ഇതിനെപ്പറ്റി ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കാത്തതാണ് ഇന്ന് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായി. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് നിരവധി വൈദ്യുത മേഖലയെ മുന്നോട്ട് നവീകരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നു. അവിടെ ആ സമയത്ത് അത്തരം പദ്ധതികൾ കടന്നു വന്ന സമയത്ത് അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ KCBക്ക് സാധിച്ചില്ല. ഇല്ലെങ്കിൽ ഇവിടുത്തെ ചില ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളൊക്കെ സ്മാർട്ട് മീറ്റർ പോലുള്ള പദ്ധതികളൊക്കെ കടന്നു വന്ന സമയത്തും അതിൽ ധാരാളം ഗ്രാന്റ് നമുക്ക് കിട്ടുമായിരുന്നു നവീകരണ പ്രവർത്തനത്തിൽ. പക്ഷേ ആ നവീകരണ പ്രവർത്തനത്തിനൊക്കെ കിട്ടേണ്ട ആ ഗ്രാന്റ് നഷ്ടമാകുന്ന വിധത്തിലുള്ള ഒരു നിലപാടാണ് ഇവിടുത്തെ ഇടതുപക്ഷ കോൺഗ്രസ് ഒഴികെയുള്ള സംഘടനകൾ അവരങ്ങനെയുള്ള ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി ഫണ്ടുകൾ ലാപ്സ് ആകുന്ന ഒരു അവസ്ഥയിലോട്ടും KCBയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് വൈദ്യുതി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാങ്കേതിക സംവിധാനം അത് കടന്നു വന്ന സമയത്ത് ആ വിധത്തിലുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് നടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഊർജ പ്രതിസന്ധി കുറെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ വിഷയത്തിലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ഈ വിഷയത്തില് വേണ്ടത്ര വിധത്തിലുള്ള ഒരു അതിനെ വേണ്ട വിധത്തിൽ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കാത്തതെന്നാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുന്നത്. അത് ദീർഘവീക്ഷണത്തോടു കൂടി ഇനിയെങ്കിലും പുതിയ പദ്ധതികൾ നടപ്പാക്കുകയും അതുപോലെ തന്നെ പുതിയ നവീകൃതമായിട്ടുള്ള സംവിധാനങ്ങൾ KCBയിൽ എത്തിക്കുവാനും ആവശ്യത്തിന് ജീവനക്കാരെ, ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ പല ഓഫീസുകളിലും വൈദ്യുതി തകരാറിൽ അവിടെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എത്തുന്നു. തീർത്തും ഉദ്യോഗസ്ഥർ അവിടെയുള്ള നൈറ്റ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർ അവർ നിരപരാധികളാണ്. പക്ഷെ അക്ഷമരാകുന്ന ജനങ്ങൾ അങ്ങനെ വന്ന് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ജീവനക്കാരെ ലഭ്യമാക്കുവാനുള്ള സംവിധാനം ചെയ്യണം. അതുപോലെ KCBയിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ശരി ഗിരീഷ്, താങ്കൾ പറയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം ഈ ഇത്രയധികം പദ്ധതികളൊക്കെ തന്നെ ഉണ്ടായിട്ടും ഇതൊന്നും തന്നെ KCB വിനിയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് KPWC ഡിസ്ട്രിക്ട് സെക്രട്ടറി RS വിനോദ് മണി കൂടി ചേരുന്നുണ്ട്. ശ്രീ വിനോദ് മണി, ഇപ്പോൾ മന്ത്രി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഈ വൈദ്യുതി ഉപയോഗം അത് കുറയ്ക്കണം,
അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കടക്കണമെന്നാണ്. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം, അത് നേരത്തെ തന്നെ അറിയാം. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയല്ലേ വേണ്ടത്? വീണ്ടും ജനങ്ങളെ പഴിക്കുകയാണോ വേണ്ടത്? ഈ കൊടും ചൂടിൽ ജനങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ ഒരു ഫാന് പോലും ഇടാനാകാതെ വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ പലർക്കും ഉള്ളത്. KSEBയെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി പ്രതിസന്ധി അത് ഉണ്ടാകാനുള്ള സാഹചര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദീർഘകാല കരാർ ശ്രീ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ KSEBയിൽ നിലവിലുണ്ടായിരുന്നു. ആ കരാറിന്റെ ഭാഗമായി നമുക്ക് അധികമായി വൈദ്യുതി വാങ്ങുന്നതിനും ഒപ്പം തന്നെ സൗജന്യ നിരക്ക് കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ ഇടപെടലിലൂടെ അത് നിരാകരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതേ തുടർന്ന് നമുക്കറിയാം 4 രൂപ 23 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി ഇപ്പോൾ പല മടങ്ങ് ഓരോ സമയത്തും കമ്പനികൾ നിശ്ചയിക്കുന്ന വിൽപ്പന നടത്തുന്ന വൈദ്യുതി ഉൽപാദന കമ്പനികൾ നിശ്ചയിക്കുന്ന നിരക്കിൽ വാങ്ങേണ്ട ഒരു ഗതികേടിലാണെന്ന് KSEB. പിന്നെ പോരാത്തതിന് ഇവിടെ ആഗോള താപനിലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വൈരുദ്ധ്യ നിമിത്തം കേരളത്തില് ക്രമാതീതമായിട്ടുള്ള ചൂട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഈ ചൂടിന്റെ വർധനവിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗം കൂടുകയും നമ്മളെ ഇവിടുത്തെ ട്രാൻസ്ഫോമറുകളും ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ വിതരണ ശൃംഖലയും ഉൽപാദന ശൃംഖലകളും എല്ലാം തകരാറിലാകുന്ന അല്ലെങ്കിൽ അതിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ കപ്പാസിറ്റി ഉപയോഗം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ KSEBയിൽ സംജാതമായിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയരാഹിത്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നു. ആ പദ്ധതികൾ പലതും ഇന്ന് ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിൽ ഏതാണ്ട് 126 പദ്ധതികളോളം മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കിയാൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ നിലവിലുള്ള ഉൽപാദനത്തിന്റെ അതിന്റെ ഒരു 10% കൂടിയെങ്കിലും വൈദ്യുതി അധിക ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി ചുരുങ്ങിയ കാലയളവ് കഴിയും. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ സോളാർ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് നമുക്ക് അറിയാം. പുരപ്പുറ സോളാർ പദ്ധതി വന്നു. ആ സോളാർ പദ്ധതി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ KSEBയുടെ സ്വന്തമായിട്ടുള്ള ഡാം സൈറ്റുകളുണ്ട്. ആ ഡാമിലെല്ലാം ഈ സോളാർ പാനലുകൾ സ്ഥാപിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. അതുപോലെ KSEBയുടെ വകയായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് ഭൂമികൾ ഉണ്ട്. അവിടങ്ങളിൽ നമുക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കാം. പക്ഷേ ദൗർഭാഗ്യവശാൽ KSEBയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള ചില ട്രേഡ് യൂണിയനുകളുടെ അല്ലെങ്കിൽ ഓഫീസർ സംഘടനകളുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും ഈ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ KSEBക്കോ കഴിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ സംഘടനകളുടെ തീവ്രമായിട്ടുള്ള ഇടപെടലുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തീവ്രമായ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന് വേറൊരു കാര്യം, നമ്മുടെ ഈ നഗരത്തിൽ, തിരുവനന്തപുരം നഗരത്തിലടക്കം എത്രയോ ദിവസങ്ങളായി കുടിവെള്ള പദ്ധതി പൈപ്പുകൾ പൊട്ടി ജലക്ഷാമം രൂക്ഷമായിട്ട്. പക്ഷെ ഏതെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകൾ കയറി ആക്രമിക്കുന്ന, അവിടുത്തെ ജീവനക്കാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സംജാതമായിട്ടുണ്ടോ? KSRTCയുടെ ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നു. അവിടെ KSRTCയുടെ ഡ്രൈവറെയും കണ്ടക്ടറെയും അല്ലെങ്കിൽ ഡിപ്പോയിൽ പോയി ഡിപ്പോ മാനേജരെയും അല്ലെങ്കിൽ ഡിപ്പോയിലെ ഉടമസ്ഥരെയും ദയവായി തുടരുക. ഒരു പ്രേക്ഷകൻ കൂടെ പ്രതികരിക്കുന്നുണ്ട്. സഞ്ജീവാണ് കിടങ്ങൂരിൽ നിന്ന്. സഞ്ജീവ് പറയൂ. ഈ അപ്രഖ്യാപിത പവർ കട്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. രാത്രിയിൽ പലതവണ കറണ്ട് കുറെ സമയത്തെ കളയുന്നുണ്ട്. എല്ലായിടത്തും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ മാറ്റി വെക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുക. ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഇവർ മാറ്റി വെക്കും. കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് വഴക്കാം. ആളുകള് ഉപഭോക്താവ് ഇതുപോലെ ആദ്യം സംഗതി മാറ്റി വെച്ച് കഴിയുമ്പം വിളിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, കറണ്ട് വന്നാൽ ഉടനെ അവർ ഫോൺ ഓണാക്കി വെക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, ഈ ആഫീസുകൾ കയറി ഇടിച്ചെന്ന്. എങ്ങനെ ഇടിക്കാതിരിക്കും? മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തെരു വരെ കറണ്ട് കളയുക രാത്രി മുഴുവൻ. ഓരോ മാസവും നമ്മൾ അറിയാതെ കറണ്ട് ചാർജ് കൂടി വരിക. ഓരോ മാസം യൂണിറ്റിൽ വ്യത്യാസം വരുത്തുക. ഓരോ മാസം ബില്ല് വരുമ്പം വ്യത്യാസമാണ് ബില്ല്. ഓരോ മാസം കറണ്ട് ചാർജ് കൂട്ടുക. എന്നിട്ട് ഇനി കറണ്ട് ചാർജ് കൂട്ടാനുള്ള പരിപാടി മന്ത്രി ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ ചാനലിൽ കണ്ടുപിടിക്കുന്നത്. ഇനി വൈദ്യുതി വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പറഞ്ഞുകൊണ്ട് കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കണം. ഇനിയും കറണ്ട് ചാർജ് കൂട്ടാനുള്ള പരിപാടി. സാധാരണ ജനങ്ങൾ അങ്ങനെ ജീവിക്കും.
യാതൊരു ഗത്യന്തരമില്ല. പകല് മുഴുവൻ കളയുക, രാത്രി മുഴുവൻ കളയുക. ആ ആവശ്യത്തിന് വൈദ്യുതി തരുന്നുമില്ല. ഇവര് കളയുന്ന പൈസ മുഴുവൻ അടയ്ക്കാൻ വേണം. ഒരു ദിവസം തെറ്റി അന്നേരം ഫീസ് വരാൻ ആൾ വരിക. ഒരു നോട്ടീസ് പോലും തരാതെ കറണ്ട് ചാർജ് അടച്ചിരുന്ന ഫീസ് വരാൻ വരിക. ശരി, വളരെ നന്ദി ശ്രീ സഞ്ജീവ് പ്രതികരിച്ചില്ല. വിനോദ്, ഈ സഞ്ജീവ് പറഞ്ഞ, ഞങ്ങളുടെ പ്രേക്ഷകൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു അപ്രഖ്യാപിത പവർ കട്ടും ഒപ്പം വൈദ്യുതി ഇല്ല എന്നൊക്കെ തന്നെ പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ വൈദ്യുതി ബില്ല് കൂട്ടാനുള്ള ആ ഒരു നടപടി ആയിരിക്കുമോ സർക്കാരിൻ്റെ എന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ, ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രതിനിധിയോട് പറഞ്ഞ ഒരു കാര്യവും അത് തന്നെയാണ്. ഈ ഒരു നിലപാട് തുടർന്നു കഴിഞ്ഞാൽ KSEB ഇനി വരും ദിവസങ്ങളിൽ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിലേക്ക് ആക്കുവാൻ തന്നെയാണ് അവരുടെ തീരുമാനമെന്ന്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിക്കാനുണ്ട്. മിനിസ്റ്റർ, എന്തായാലും ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് ഈ പവർ കട്ട് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത, ലോഡ് ഷെഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നും. അപ്പം ജനങ്ങൾക്ക് അതിലൊരു പേടിയുണ്ട്. കാരണം ഇപ്പോൾ കൊടും ചൂടാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അപ്രഖ്യാപിത പവർ കട്ട് കൂടെ നടത്തിക്കഴിഞ്ഞാൽ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയായിരിക്കില്ലേ? ശരിയാണ്. അതല്ല, എന്താ വസ്തുത എന്നൊന്നും എല്ലാവരും മനസ്സിലാക്കണ്ടല്ലോ. സത്യം ഇപ്പോ ഉൽപാദനം നമുക്ക് 20% ഉള്ളൂ, വെള്ളം 60% കമ്മിയാണ്. അതൊക്കെ നമുക്ക് എല്ലാവരും മനസ്സിലാക്കണ്ടേ. അപ്പൊ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണ്. ഇപ്പൊ എന്താ വെച്ച പ്രശ്നം, 16 ഇരട്ടിയാണ് ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു AC ഉണ്ടായിരുന്നത് 4 AC ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉപഭോഗം കൂടുമ്പോൾ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്, ഒരു ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ലോഡ് ഉണ്ടാവും. ആ ലോഡ് കൂടിയാൽ അത് ട്രിപ്പാവും. അതപ്പോ സംഭവിക്കുന്നത്. ഇപ്പൊ ഇന്നലെ 113 ദശലക്ഷം യൂണിറ്റ് ആണ് ചെലവായിരിക്കുന്നത്. 110, 108, 104 ഉണ്ടാകുന്ന അവിടുന്ന് ഇത് കൂടുമ്പോ ചെയ്യും. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു നിയന്ത്രണം സ്വയം നടത്തണ്ടേ? അപ്പൊ ഈ രാത്രി വല്ലാതെ ഉപയോഗം കൂടുകയാണ്. ഉപയോഗം കൂടുന്നത് നമുക്കതിനനുസരിച്ച് മറ്റേ 60% വെള്ളത്തിന്റെ കുറവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മറ്റേ 5 റുപ്യ തൊട്ട് 20 റുപ്യ വരെ വില കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളും വിഷമങ്ങൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഒരു സബ്സ്റ്റേഷന്റെ കീഴിലുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിന്റെ 2-3 ഇരട്ടിയാണ് ഡിമാൻഡ് വരുന്നത്, പവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് ആകും. അതാണ് സ്വാഭാവികമായി. അത് അതിന് എന്താ ചെയ്യാൻ പറ്റുക? മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അപ്രാപ്യതല്ല, നിങ്ങൾ ഡ്രിപ്പാകുകയാണ്. എന്നുവെച്ചാൽ ഓവർ ലോഡായാൽ ഡ്രിപ്പാകും. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? പിന്നെ അത് ശരിയാക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണം. ഡ്രിപ്പാകുകയാണ്. ഡ്രിപ്പാകണത് വേണ്ട വെച്ചാൽ മുഴുവൻ കത്തിപ്പോയില്ലേ? നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പൊ 2-ാം തീയതി എന്തായാലും ഇതിനെ കുറിച്ചൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുവരേണ്ടത് 600 മെഗാ ഇപ്പൊ നമ്മുടെ ആവശ്യം 6570 മെഗാവാട്ടിൽ കൂടുതൽ വണ്ടി ലോഡ് വരാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ലതാനും. അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ജനങ്ങൾ കുറച്ചൊരു നിയന്ത്രണം വേണ്ട വരില്ല. അത് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കും. 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പകൽ സമയത്തും ഇങ്ങനെ പവർ കട്ടുകൾ ധാരാളമായിട്ട് നടക്കാറുണ്ട് മന്ത്രി, അത് കാണുന്നില്ലേ താങ്കൾ? എന്താ ഞാൻ ഓവറായിട്ട് വരുമ്പോഴതാണ് വരുന്നത്. ഒരു വീട്ടിൽ ഒരു AC പകരം 4 AC വെച്ചാൽ എന്ത് ചെയ്യും പറയും? കൂടുമ്പോ ഓവർലോഡ് കൂടുമ്പോ മറ്റേ ഡ്രിപ്പാകുകയാണ്, ഓട്ടോമാറ്റിക് ഡ്രിപ്പാകുകയാണ്. ആരെങ്കിലും ഓഫാക്കിയിട്ടല്ല. അതാണ് അതിന്റെ പ്രശ്നം. മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ, അപ്പോൾ ഈ സംസ്ഥാനത്തെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ നമുക്ക് അറിയാം. കാരണം കനത്ത ചൂടാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഫാൻ ഇടരുത്, AC ഉപയോഗിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊന്നും. പക്ഷെ ഇതിനൊക്കെ തന്നെ അത് ചെയ്യരുന്നതിന് ഒരു നിയന്ത്രണം വേണ്ടേ? ഇതിനൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഉൽപാദനം വളരെ കമ്മിയല്ലേ, പുറത്തൊന്നും മേടിക്കില്ലേ? ഇന്ത്യ മുഴുവൻ അങ്ങനെയല്ലേ ഇപ്പൊ വരുന്നത്? കേരളത്തിൽ മാത്രമല്ലല്ലോ. അവിടെയൊക്കെ അവർ ഇലക്ട്രിസിറ്റി തരാനുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇന്നലെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് തന്നിട്ടേ ഇല്ല. ഇതൊക്കെ അറിയണ്ടേ കാര്യങ്ങള്? വെറുതെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. ഇതാണ് അതിന്റെ വസ്തുത അറിയാൻ, മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞോളേ. നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ ഉപയോഗം വല്ലാതെ കൂടിയാൽ എന്ത് ചെയ്യും? 100 ദശലക്ഷം യൂണിറ്റ് എന്ന പകരം 113 ഇന്നലത്തെ 113.14 ഇന്നലെ.
ഉപയോഗം. ഇതെന്ത് ചെയ്യും? ഇതിനെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? സ്വയം ഒന്ന് നിയന്ത്രിക്കേണ്ട ആളുകള്. അത് നിങ്ങളുടെ മീഡിയന്റെ ഒരു സപ്പോർട്ടും കൂടി വേണ്ടേ? അതൊന്ന് ഉപയോഗിക്കുന്നത് കമ്മിയാക്കണം എന്ന് പറയണ്ടേ? ഒരു കാര്യം കൂടെയുണ്ട്. കാരണം ഇനി ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൂടെ ജനങ്ങൾക്ക് ഉണ്ട്. അത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ്. അതെ, ലോഡ് ഷെഡിംഗ് അതിന്റെ ഉറപ്പ് പറയണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗം 110 നിർത്തിയാൽ നമുക്ക് വരില്ല. ഉപയോഗം കൂടിയാൽ എന്ത് ചെയ്യും? അതാണ് 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടാനുള്ളത് ഒരു 5 റുപ്യ തൊട്ട് 20 റുപ്യ വെച്ചിട്ട് കൊടുത്തിട്ട് മേടിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ചെലവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മഴയില്ലാത്തത് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? 60% മഴയില്ല. ഇതാണ് അതിന്റെ പ്രശ്നം കേട്ടോ. മിനിസ്റ്റർ, അപ്പോൾ ഒരു കാര്യം കൂടെ മാത്രം. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളൊക്കെ തന്നെ കൊടും ചൂടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇതെല്ലാം വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഇരട്ടിയിലാണ് ഇപ്പൊ ഉപയോഗം കൂടിയത്. ഇരട്ടിയല്ല, 6 ഇരട്ടിയോ 10 ഇരട്ടിയൊക്കെയാണ് കൂടിയത്. എന്ത് ചെയ്യും? എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി എല്ലാവർക്കും കണക്ഷൻ കൊടുത്തു. ഇതൊക്കെ കൊടുക്കാതിരുന്നാണെങ്കിൽ വലിയ പ്രശ്നം വരില്ലായിരുന്നു അല്ലേ? എല്ലാവർക്കും, നമുക്ക് കുറെ ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ. ഇപ്പോഴും 97 കോളിലേക്ക് കിട്ടിയിട്ടില്ല. അത് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാത്തവരുണ്ടേ. ഇതൊക്കെ പ്രശ്നമല്ലേ? അപ്പൊ നമ്മൾ പ്രായോഗികമായി ഇന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും. ഇപ്പോൾ മിസ്റ്റർ, അവസാനമായിട്ട് ജന ടിവിയോട് പറയാനുള്ള കാരണം ഇനി ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെയാണ് ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കുമോ സംസ്ഥാനം എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഉപഭോഗം ഒന്ന് കമ്മിയാക്കണം എന്നുള്ളൊരു പ്രചരണം നിങ്ങൾ കൊടുക്കില്ല. അപ്പൊ എല്ലാവരും 4 ബൾബ് കത്തുമ്പോൾ 1 ബൾബ് ഓഫാക്കിയ പോരെ? അതെങ്ങനെ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരണ്ടേ? ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ കിട്ടുന്നത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് 10 റുപ്യ നമ്മുടെ കയ്യിലുള്ളൂ. അത് 20 റുപ്യ ചെലവ് കാണിച്ചാൽ അത് വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നടക്കുമോ? നമുക്ക് ആകുന്നതല്ലേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണം വേണ്ടേ? ശരി. അപ്പൊ അതും ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം തന്നെയാണോ? ജനങ്ങളുടെ തലയിൽ ആരാ കെട്ടിവെക്കണം? ജനങ്ങളാ പറഞ്ഞത്. ആരാ കെട്ടിവെക്കണേ? മഴ പോയത് ആരുടെ തലയിൽ? ആരാ കെട്ടിവെക്കേണ്ടത്? മഴ 60% കമ്മിയായത് ആരുടെ തലയിലാണ് കെട്ടിവെക്കേണ്ടത്? ചോദിക്കട്ടെ. 1 ബൾബിന് 1 AC പകരം 4 AC വെച്ചത് ആരാ കെട്ടിവെക്കേണ്ടത്? അതാണ് പറയുന്നത്. നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ വൈദ്യുതി ക്ഷാമം ഒക്കെ തന്നെ. നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു, അത് വന്നിട്ടില്ലല്ലോ. അത് വരണം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു പദ്ധതി ഹൈഡ്രോ പ്രോജക്റ്റ് വരുന്നു പറഞ്ഞാൽ അവിടെ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ പറഞ്ഞ തടസ്സം വരുന്ന പത്രവും മീഡിയയും അതൊക്കെ ഏറ്റെടുത്തിട്ട് ആ പദ്ധതികൾ മുടങ്ങും. എത്ര പദ്ധതികളാണ് മുടങ്ങിയിരിക്കുന്നത് എൻവയറമെന്റലിന്റെ പ്രശ്നത്തില്? അപ്പൊ അന്ന് പത്രങ്ങൾ എല്ലാവരും കൂടി അവരെ സപ്പോർട്ട് ചെയ്യും. ഒരാള് ബാഗ് തൂക്കിയിട്ട് വന്നാൽ മതി. ഇതൊക്കെ ഇനിയെങ്കിലും ആ ഹൈഡ്രോ പ്രോജക്റ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടുവരും. അതേ എനിക്ക് പറയാനുള്ളൂ. എത്ര തന്നെ ജനങ്ങൾ പ്രതിരോധിച്ച താങ്കൾ പറയുന്ന പോലെ തന്നെ ഈ പദ്ധതികളിലൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആവശ്യം, സർക്കാരിന്റെ ആവശ്യം എന്ന് പറയുന്നത് ജനദ്രോഹ നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളതാണ്. അതിലേക്കല്ലേ പോകുന്നത്? നടപടിക്ക് അതിനെന്നെയാ പറയണത്. ജനദ്രോഹ നടപടി അല്ലാതെ ചെയ്തത്. ഇത്രയും വില കൊടുത്ത് ഇത്രയും ത്യാഗം ചെയ്തിട്ടാണ് ഇപ്പൊ ലോഡ് ഷെഡ് ഇല്ലാണ്ട് കൊണ്ടുപോയത്. അതെന്താ നിങ്ങൾ കണക്കാക്കാത്തത്? ബാക്കിയുള്ളവിടെയൊക്കെ ലോഡ് ഷെഡിങ് ഇല്ലേ? ഇവിടെ അതില്ലാതെ കണക്കാക്കിയത് കൊണ്ടുപോയത് ഇവിടെ എത്തല്ലേ? അതിനെക്കുറിച്ച് പറയണ്ടേ? ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ലൈറ്റ് എത്തിക്കണം എന്നുള്ള നിലയ്ക്കാണ് കുറെ കൂടി ഉപയോഗം കൂടിയത്. 97 കോളനിയിൽ ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല ഇതുവരെ. 75 കൊല്ലം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അവിടെയൊക്കെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോ. അതിപ്പോ ഈ 1 കൊല്ലത്തിനുള്ളിൽ എത്തിക്കും. അതൊക്കെയാ ചെയ്യുന്നത്. ഏറ്റവും നമുക്കിപ്പോ എല്ലാ AC പ്രവർത്തിക്കണം പറഞ്ഞാൽ കുറച്ച് 1 AC ഓഫ് ചെയ്താൽ മതിയല്ലോ. 4 AC വർക്ക് ചെയ്യുന്നോടെ. അത് നിങ്ങളൊന്ന് സഹകരിപ്പിക്കും. ജനങ്ങളുടെ ഒരു ബോധവരുത്തരുത്. അതാണ് വെറുതെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ബോർഡിനെ കുറ്റപ്പെടുത്തൽ മാത്രമായിട്ടാകാൻ പാടില്ലല്ലോ. അല്ല, സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നേരത്തെ ഉറപ്പുവരുത്തണമായിരുന്നു. അത് ഉറപ്പുവരുത്തിയിട്ടാണ് കരാർ ചെയ്തത്. അതിന്റെ ഇരട്ടിയിലാണ് ഇപ്പൊ വരുന്നത്. അതിന്റെ 16 ഇരട്ടിയാണ് ഉപയോഗം കൂടിയത്. നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റി. വേനൽ മഴ പെയ്യും വിചാരിച്ചു, പെയ്തില്ല. സാധാരണ എല്ലാ സമയത്തും ഉണ്ടാകുന്നതല്ലേ. നമ്മൾ വിചാരിക്കാത്ത മഴ പെയ്യില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചോ?
അതൊക്കെ നോക്കണ്ടേ? നിങ്ങൾ അതും കൂടി മനസ്സിലാക്കി കേട്ടോ. ഒരു കാര്യം കൂടെ, ഈ വൈദ്യുതി വാങ്ങുന്ന കരാർ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് താങ്കൾ പറയൂ. എന്ത് പ്രശ്നം? ഞങ്ങൾ അത് കരാർ റദ്ദ് ചെയ്ത് അതിന് പകരമുള്ള ആൾട്ടർനേറ്റീവ് ഒക്കെ തയ്യാറാക്കിയല്ലോ. അതിന്റെ എത്രയോ ഇരട്ടിയല്ലേ ഇപ്പൊ ചെലവ് വരുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചതിലേക്ക്. എന്തായാലും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണം, അല്ലാതെ ഈ ഒരു പ്രതിസന്ധി ഒഴിയില്ല എന്ന് തന്നെയാണ്. ജനങ്ങൾക്ക് മുന്നിൽ കെട്ടിവെക്കുക തന്നെയാണ് സർക്കാർ തലത്തിലും ഉണ്ടാകുന്നത്. ഈ ഒരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചടികൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനിയും KCB ഓഫീസുകൾ ഉപരോധിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ എന്നാണ് പറയാനുള്ളത്. KCB മസ്ദൂർ സംഘ് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുളത്തൂരിലേക്ക് പോവുകയാണ്. ശ്രീ ഗിരീഷ്, മന്ത്രി ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി, വൈദ്യുതി മന്ത്രി. കാരണം ജനങ്ങൾ നിയന്ത്രണം പാലിക്കണം, എന്നാൽ മാത്രമേ ഈ പ്രതിസന്ധി ഒഴിയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോഴും മന്ത്രി പറയുന്നത്. കരാറുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. പദ്ധതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയി എന്ന് തുറന്നു സമ്മതിക്കുക കൂടെ മന്ത്രി ചെയ്തിട്ടുണ്ട്. വൈദ്യുത മന്ത്രി ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഉപഭോഗത്തിന്റെ വെറും 30% മാത്രമേ നമുക്കിന്ന് സാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിന് കാരണക്കാരാരാണെന്നുള്ളതിലോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കേരളത്തിലെ ജനങ്ങളിലെ 70% വൈദ്യുതി നമുക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലാണ് നാളിതുവരെയുള്ള ഇവിടുത്തെ ഭരണകൂടങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മൾ വെറും 30% വൈദ്യുതി മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുന്നു. ധാരാളം ഹൈഡൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മന്ത്രിയും ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ ഇത് നടപ്പാക്കേണ്ടത് ആരെ? ഇതൊരു ഭരണകൂടമല്ലേ ഇത് നടപ്പാക്കേണ്ടത്? അതിനു ജീവനക്കാരെ അതിന്റെ പാപഭാരം വഹിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. വൈദ്യുതി ക്ഷാമം വരുന്നു, വോൾട്ടേജ് ക്ഷാമം വരുന്നു, നിരവധി ജനങ്ങള് ജീവനക്കാരെയാണ് അതിനെ പ്രതിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് കടന്നു പോകും. അവിടെ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹരിക്കേണ്ട ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത്. ആ രീതിയിൽ നയപരമായിട്ടുള്ള ഗിരീഷ്, ദയവായി തുടങ്ങാം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദേവദാസ് എന്നൊരു പ്രേക്ഷകൻ കൂടെ പ്രതികരിക്കാനുണ്ട്. ദേവദാസ് പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ ദേവദാസ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പം മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത വിധത്തിലുള്ള വർത്തമാനമാണ് അവർ പറയുന്നത്. ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? കഴിഞ്ഞ 25-30 വർഷമായിട്ട് ഇത് നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് യാതൊന്നുമില്ല. ഇന്നത്തെ കാര്യം ഇന്നിപ്പോ ഇത് കൂടി, അത് അല്ലെങ്കിൽ 16 ഇരട്ടി എന്താ പറയുക ഇൻക്രീസ് ചെയ്തു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. ഇവർക്കൊന്നും യാതൊരു ഫോർസൈറ്റും ഇല്ലാത്ത ആൾക്കാരാണോ? ഇതൊരു ദിവസം കൊണ്ട് കൂടിയതാണോ? ഇവിടെ സോളാറിന്റെ എത്രയോ പാടങ്ങൾ മറ്റുള്ള സ്റ്റേറ്റ് പോയി നോക്കൂ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അവരെല്ലാവരും അത് മാനേജ് ചെയ്തു. ഇത് കേരളത്തിൽ മാത്രമാണ്. വെറുതെ അല്ല ആൾക്കാർ പ്രതികരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. പിന്നെ 5 രൂപയ്ക്കും 4 രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന ലോങ് ടേം പ്രോഗ്രാം കോൺട്രാക്ട് ഉള്ളപ്പം അതുവരെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട്, അത് റെഗുലേറ്ററി കമ്മീഷൻ ആയാലും ശരി, KSEB ആയാലും ശരി, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ കരയാണ്. അതാണ് അതിന്റെ മെത്തേഡ്. അഥവാ അതിന് റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് അത് അവരുടെ റെഗുലേറ്ററി കമ്മീഷനെ കൺവിൻസ് ചെയ്ത് കാര്യം നടത്തിക്കണ്ടേ? അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ തരട്ടെ, പവർ അവര് അറേഞ്ച് ചെയ്ത് തരട്ടെ എവിടുന്നെങ്കിലും. എല്ലാവരും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോ എംപ്ലോയീസിനൊന്നും പറയാൻ പറ്റൂല. കാരണം ഇതിൽ തീരുമാനം എടുക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനും ഈ എന്താ പറയുന്ന പൊളിറ്റീഷ്യനും എല്ലാം കൂടിയാണ്. ഇത് ഇന്നോ ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഇത് 10-40 വർഷമായിട്ട് ഇത് തുറന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് ഈ പ്രശ്നം. പിന്നെ ഇത് കൊല്ലം തോറും ഇതാവില്ലേ, കൂടില്ലേ, ഡിമാൻഡ് കൂടില്ലേ? അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരെ ഉണ്ടാക്കണ്ടേ? ഇവിടെ APDRP അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് ഇതുണ്ട്. അത് മാനേജ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ഇത് ഒരു പോളിസി സെൻട്രൽ ഗവൺമെന്റ് എടുത്താൽ അവര് ഉടനെ ഹലോ കേൾക്കാമല്ലോ അല്ലേ? ഹലോ, പറഞ്ഞോളൂ. ഇവരത് എല്ലാം റിജക്ട് ചെയ്യും. സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാല് ഇപ്പൊ സോളാർ തന്നെ ഉണ്ട്. ഞാനിവിടെ സോളാർ ഇറക്ട് ചെയ്തിട്ട് കഴിഞ്ഞ 12-ാം തീയതി ഇറക്ട് ചെയ്ത, കഴിഞ്ഞ മാസം. ഇപ്പൊ 1.5 മാസം കഴിഞ്ഞു. ഇതുവരെ അവർ കണക്ട് ചെയ്ത് തരുന്നില്ല. അവർക്ക് അതൊന്നും വേണ്ട, സോളാർ ഒന്നും വേണ്ട. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ വേറെയാണ്. ഇതൊക്കെ നമുക്ക് അന്നം തിന്നുന്നവർക്കൊക്കെ മനസ്സിലാവുന്നത്. ഇതല്ല അതിന്റെ മെത്തേഡുകൾ. അവർ ചുരുങ്ങിയത് ഒരു 25 ഇയേഴ്സിന്റെ പ്ലാനിങ് നടത്തേണ്ടവരാണ്.
അത് നടത്താൻ അതിൽ ഓഫീസർമാരും അതിനകത്തുള്ള കഴിവുള്ളവരും ശമ്പളം പോറ്റി എത്രയോ പേരെ പോറ്റുന്നില്ലേ? അവര് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചെറിയൊരു ഇച്ഛാശക്തിയും വേണം അതിന്, ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്നത്തെ പ്രശ്നമാണോ മിനിസ്റ്റർ പറയുന്നവർ എന്തെങ്കിലും ഇറസ്പോൺസിബിൾ ആയിട്ട് വർത്തമാനം പറയുന്നത്? മിനിസ്റ്റർ ശരിക്ക് ഇലക്ട്രിസിറ്റി ആക്ട് ഒന്നും ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതിൽ പല ഇതുകൊണ്ട് ആൾക്കാർ നാളെ കോടതി പോയി കഴിഞ്ഞാൽ അന്നേരം ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഇവരിങ്ങനെ എക്സ്ക്യൂസ് പറയുക, ഇത് കൂടുന്നത് അവർക്ക് ഇത് കാണാൻ പറ്റില്ലേ കൂടുന്നത്? ഇപ്പൊ ഈ പ്രാവശ്യമായിട്ട് കൂടുന്നത് കണക്കല്ലത്. ഇത് ഇപ്പൊ ഇന്നത്തേതിനുള്ള സാധനം അല്ല. നമ്മൾ കോൺട്രാക്ട് ഒക്കെ ഇത് ചെയ്യുക. ഒരു 25 കൊല്ലത്തേക്ക് വേണ്ട സാധനങ്ങൾ അവർ പറയുന്ന ട്രാൻസ്ഫോമർ ട്രിപ്പ് ആവുന്നു. ട്രാൻസ്ഫോമറിനൊക്കെ നിയമപ്രകാരം ഇത്ര കണക്കുണ്ട്, ഇത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കണോ? ഒരു 100 kVA ലോഡാണെങ്കിൽ അതിന്റെ 2.5 ഇരട്ടിയെങ്കിലും ഉള്ള ട്രാൻസ്ഫോമർ ഇറക്ട് ചെയ്യണോ? ഇതൊന്നുമില്ല. ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് കൺസ്യൂമേഴ്സിനെ പിഴിഞ്ഞ് കണ്ടമാന പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ ഫിക്സഡ് ചാർജും മറ്റേ ചാർജും ഒക്കെ എടുക്കുന്ന എങ്ങോട്ട് പോവുക? അതൊക്കെ ഇതിന് വേണ്ടിയിട്ടല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഫിക്സഡ് ചാർജ്. അല്ലാതെ അവർക്ക് എന്താ അത് ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ ഇല്ലാത്ത റേറ്റ് കേരളത്തിൽ എങ്ങനെയാ വരുന്നത്? ബാക്കിയുള്ളിടത്തൊക്കെ പുറമേ നിന്ന് വാങ്ങിക്കുന്നതാണ്. അത് പിടിപ്പുകേടാ, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഇവരെ വർത്തമാനം ഒന്നും ഇത് ഇനി 10 കൊല്ലം കഴിഞ്ഞാലും ഇത് ഇവര് ചെയ്യുന്നുള്ള പ്രതീക്ഷയില്ല. നിങ്ങൾ പോയി നോക്ക്, മറ്റുള്ള സ്ഥലത്തൊക്കെ പ്രൈവറ്റ് പാർട്ടീസ് ഉണ്ട്, പലരും ചെയ്യുന്നു. അദാനി, അംബാനി ഒക്കെ. അവരെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും അങ്ങോട്ട് ചാടി പുറപ്പെടുക. അത് മറ്റേ കോർപ്പറേറ്റുകളാണ് മറ്റേതാന്ന് പറഞ്ഞ്. അവർ കൊടുക്കുന്ന റേറ്റ് നോക്കൂ, ബോംബെയിലും ഡൽഹിയിലും ഒക്കെ. ഞാൻ സ്വന്തമായിട്ട് ബോംബെയിലൊക്കെ കണ്ടിട്ടുണ്ട് ടാറ്റ കൊടുക്കുന്നതും ബോംബെയിലും മറ്റേ ഡൽഹിയിലും കൊടുക്കുന്നത്. അവിടെയൊന്നും കറണ്ട് പോവില്ല. കാരണം അവർക്ക് ശരിക്കുള്ള പ്ലാനിങ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഇവര് വെറുതെ വലിയ വർത്തമാനം പറഞ്ഞ് നടന്നാൽ കൊണ്ടൊന്നും കാര്യമായില്ല. എന്നിട്ട് ജനങ്ങളോട് ജനങ്ങൾക്ക് ഒരു ലിമിറ്റില്ലേ കുറയ്ക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇത് എന്നും ഇതേ സ്ഥിതിയാണെങ്കിൽ പകലും ലൈറ്റില്ല, രാത്രി ലൈറ്റില്ല എന്ന് പറഞ്ഞാല് അവരോട് മന്ത്രിക്കോട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പറയൂ, നേരിട്ടിട്ട് ഇപ്പോൾ പുറപ്പുറത്തുള്ള ആൾക്കാർ ഇതും പിടിപ്പിച്ച് വെച്ചിട്ട് മീറ്റർ വരെ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന എത്ര ആളുണ്ട്. അവർക്ക് ഇതുവരെ കണക്ഷൻ കൊടുത്തില്ല. എന്താ കാരണം? ഒരു നിമിഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യം അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിലൊക്കെ എന്തോ ദുരൂഹത കാണൂ, വെറുതെ ഒന്നുമല്ല. എന്റെ വീട്ടിൽ ഞാൻ ഇതേമാതിരി 1.5 മാസമായി ഇത് പിടിപ്പിച്ചിട്ട് ഒരു 3 kWന്റെ ഇത് എടുത്ത് പിടിപ്പിച്ചിട്ട് കാത്തിരിക്കുന്നു. അതിന് വന്നിട്ട് ഒരു മീറ്റർ വെച്ചാൽ മതി. മീറ്റർ ഇല്ലാന്ന് പറഞ്ഞിട്ട് മീറ്റർ വാങ്ങിച്ച് അവരെ കൊടുത്തു. എന്നിട്ടിപ്പോ 3-4 ദിവസമായി. എന്നിട്ട് അവർക്ക് സമയമായിട്ടില്ല. ഇത് പറയൂ മിനിസ്റ്ററോട്. ഇതൊക്കെ എത്ര ആൾക്കാർ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ശരി. KPWC ജില്ലാ സെക്രട്ടറി RS വിനോദ് മണിയുണ്ട്. വിനോദ്, ഇപ്പോൾ മന്ത്രി ജനടിവിയോട് പ്രതികരിച്ച താങ്കൾ കേട്ട് കാണും. എല്ലാം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് വൈദ്യുതി മന്ത്രി ചെയ്യുന്നത്. കാരണം ജനങ്ങൾ നിയന്ത്രിക്കണം എന്നാണ്. ഇനിയെങ്കിലും വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ വൈദ്യുതി കരാർ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തിന് മറുപടിയില്ല. പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു തുറന്ന സമ്മതിക്കൽ കൂടെ വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ഗാന്ധി വിദ്യുത് യോജന, സമ്പൂർണ്ണ വൈദ്യുതീകരണം, ഇങ്ങനെ 2 രീതിയിലുള്ള പദ്ധതികൾ പ്രകാരം കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഇവിടെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് 1,37,00,000 വരുന്ന വൈദ്യുതി ഉപഭോക്താക്കൾക്ക് മുടക്കമില്ലാതെ 24 മണിക്കൂർ × 7 ദിവസം 24/7, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അത്തരത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് പൂയംകുട്ടി പദ്ധതിക്കെതിരായിട്ട് പരിസ്ഥിതി പ്രക്ഷോഭം ഉണ്ടായി. ആ പദ്ധതി മുടങ്ങിപ്പോയി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 8 വർഷത്തോളമായി. നമുക്കറിയാം, ആതിരപ്പള്ളി പദ്ധതി അത് നടപ്പാക്കണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആളുകൾ തന്നെ അതിനെതിരായി രംഗത്ത് വന്നു. അപ്പൊ നമുക്ക് വൈദ്യുതി ഉൽപാദനത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ ജലത്തിലൂടെയുള്ള വൈദ്യുതി, അതുപോലെ തന്നെ സോളാർ വൈദ്യുതി. ഇതിൽ ജലവൈദ്യുത പദ്ധതികൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ ഇടതുപക്ഷ സംഘടനകൾക്ക് മുഖ്യ പങ്കുണ്ട് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും സോളാറിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഉപഭോക്താവ് നേരത്തെ പറഞ്ഞതുപോലെ പല സെക്ഷനുകളിലും സോളാർ കണക്ഷൻ എടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് സോളാർ മീറ്ററുകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് അവിടെ കണക്ഷൻ കിട്ടാത്തൊരവസ്ഥ നിലവിലുണ്ട്. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ വർക്ക്മെൻ കാറ്റഗറിയിലുള്ള നിയമനങ്ങൾ പലതും നിയന്ത്രിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിയമന നിരോധനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നു. ഒപ്പം പ്രൊമോഷനുകൾ ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ സെക്ഷൻ ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ ട്രാൻസ്ഫോമറുകളുടെയും മറ്റനുബന്ധ സ്ഥാപനങ്ങളുടെയും
സാമഗ്രികളുടെയും അതിന്റെ മെയിൻ്റനൻസ് യഥാവിധി നടക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിൽ വൈദ്യുതി ബോർഡിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ഷൻ ഓഫീസർ ഉണ്ടാവേണ്ടത് 12 ലൈൻമാൻ എന്നുള്ളതാണ് മോഡൽ സെക്ഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ളതെങ്കിൽ പല സെക്ഷനുകളിലും അത് ഇന്ന് 7 അല്ലെങ്കിൽ 8, അതിനപ്പുറം ജീവനക്കാർ ഇല്ലാത്തൊരു സാഹചര്യമാണ്. വർക്കർമാരുടെ നിയമനം 2011 ആ ലിസ്റ്റിൽ നിന്നുള്ള നിയമനത്തിന് ശേഷം അതിൽ നിന്നും ഒരു തവണ പ്രൊമോഷനായി പോയതൊഴിച്ചാൽ ബാക്കി പ്രൊമോഷനുകൾ നടന്നിട്ടില്ല. അത് കാരണം തന്നെ ഓരോ സെക്ഷൻ ഓഫീസിലും 6 വർക്കർമാർ ഉണ്ടാവേണ്ട സ്ഥാനത്ത് പല സ്ഥലങ്ങളിലും 2 മുതൽ 4 വരെയുള്ള വർക്കർമാരാണ്. അപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് നമ്മുടെ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഫീൽഡ് ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ്, സബ് എഞ്ചിനീയർ മുതൽ താഴെയുള്ള ജീവനക്കാരുടെ കുറവ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് ലൈനിന്റെ പരിപാലനങ്ങളിലും ട്രാൻസ്ഫോമറിന്റെ പരിപാലനങ്ങളിലും ഒപ്പം തന്നെ നമ്മുടെ വൈദ്യുതി മേഖലയിലെ മൊത്തമുള്ള പ്രതിസന്ധിക്ക് ഒരു കാരണമായിട്ടുണ്ട്. കാരണം നിയമന നിരോധനം ഏർപ്പെടുത്തിയതുപോലുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതേ നിലപാട് തന്നെയാണ് വൈദ്യുതി ഉത്പാദന രംഗത്തും ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വൈദ്യുതി ഉപഭോക്താക്കളുടെ ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നവർ അടയ്ക്കുന്ന വൈദ്യുതി ചാർജ് നമ്മുടെ വരുമാനമായിട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് ശരിക്കും ഉണ്ടാകേണ്ടതെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആകെയുള്ള ഉപഭോഗത്തിന്റെ 25% മാത്രം ഇവിടെ ഉത്പാദിപ്പിക്കുകയും മറ്റു പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി ഉപയോഗിച്ച് കാര്യങ്ങൾ ഒരുവിധം തട്ടുകേടുകൾ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരുന്നു നാളിതുവരെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം അതിന് വളരെ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ഉപഭോഗം ക്രമാതീതമായി, കാരണം ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അസ്തമനം കഴിഞ്ഞ് ഏതാണ്ട് വെളുപ്പാൻകാലം 4 മണി 5 മണി ആകുന്ന സമയം വരെയും ഒരേപോലുള്ള ആ ഒരു ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആളുകൾ AC ഒന്നിലധികം ഉപയോഗിക്കുന്ന സാഹചര്യം പല വീടുകളിലുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. കാരണം ഫാനിൽ അല്ലെങ്കിൽ ഫാനിന്റെ ചൂട് തണുപ്പിക്കാൻ, ഫാനിനെ കൊണ്ട് ചൂട് തണുപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കാൻ മാത്രമേ അവർക്ക് മാർഗമുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും വരുന്നുണ്ട് AC-യുടെ വിൽപ്പനയിൽ ഏതാണ്ട് 90% വർധന ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് കഴിയുന്നില്ല, അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കഴിയുന്നില്ല. ഒപ്പം തന്നെ ഉപഭോക്താക്കളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. വൈദ്യുതി ബോർഡിന് വൻ പരാജയം തന്നെയാണ്. കാരണം ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ കൊടും ചൂടിലും വൈദ്യുതി ഉപയോഗം കൂടുമ്പോഴും അവർ പറയുന്നത് ഈ ജനങ്ങൾ ഇതിലൊരു നിയന്ത്രണം വരുത്തണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ട് വൈദ്യുതി കരാർ അടക്കം ആരംഭിച്ചിട്ടില്ല, ഒപ്പം അതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല, പദ്ധതികൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നതും. എന്തായാലും ഇന്ന് നമ്മൾ വിഷയം ചർച്ച ചെയ്തത് ചുട്ടുപൊള്ളിക്കാൻ അപ്രഖ്യാപിത പവർ കട്ട് എന്നായിരുന്നു. ഇതിൽ പ്രതികരിച്ചവർക്ക് വളരെയധികം നന്ദി. ഒപ്പം KECB മസ്തൂർ സംഘ് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുളത്തൂരിനും KPWC ജില്ലാ സെക്രട്ടറി RS വിനോദ് മണി പ്രതികരിച്ച പ്രേക്ഷകർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.